ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ള വളരെ ടേസ്റ്റിയായ ഒരു കാടമുട്ട പെപ്പർ ഫ്രൈ ഉണ്ടാക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 20 കാടമുട്ട പുഴുങ്ങിയതാണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞത്, 4 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത്, ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, കുരുമുളക് പൊടി, ഉപ്പ്. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, കറിവേപ്പില ഇവയിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. സവോളയൊന്ന് ചെറുതായിട്ട് വാടിയാൽ മതി. സവോള ചെറുതായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി, ഇഷ്ടമില്ലെങ്കിൽ ചേർക്കേണ്ട, ഒഴിവാക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. തക്കാളി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട നടുവേ മുറിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ മുട്ടയായത് കാരണം കത്തി കൊണ്ട് മുറിച്ചാൽ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു നൂൽ ഉപയോഗിച്ചാണ് ഞാൻ മുട്ട മുറിക്കുന്നത്. നൂൽ കിച്ചണിൽ എവിടെയെങ്കിലും ഒന്ന് കെട്ടിവെച്ചതിന് ശേഷം ഇതുപോലെ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയെല്ലാം മുറിച്ച് ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. മുട്ട പൊടിയാതെ പതുക്കെ വേണം ഇളക്കാൻ. ഇനി ഇതിനകത്തേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഡ്രൈ ആകുന്നത് വരെ ഇളക്കി കൊടുക്കണം. നമ്മുടെ കാടമുട്ട പെപ്പർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.